ഗൈസ്, ആനുവൽ എക്സാമിന് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം പരിചയപ്പെട്ടാലോ? മുകളിൽ കാണുന്ന ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ചുവടെയുള്ള ഓരോ ചതുരത്തിനെയും തുല്യ വലുപ്പമുള്ള സമചതുരങ്ങളായിട്ട് ഭാഗിച്ചിരിക്കുന്നുണ്ട്. ഷെയ്ഡ് ചെയ്ത ഭാഗത്തെ സൂചിപ്പിക്കുന്ന ഭിന്നസംഖ്യ ഏതാണ് എന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്. സോ ഷെയ്ഡ് ചെയ്ത ഭാഗത്തെ സൂചിപ്പിക്കുന്ന ഭിന്നസംഖ്യ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇതിന് ഓരോ കള്ളികളായിട്ട് അല്ലെ, കറക്റ്റ് ഓരോ കള്ളികളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എത്ര കള്ളികളായിട്ടാണ് കട്ട് ചെയ്തെന്നുള്ളത് നമുക്ക് നോക്കിയാലോ. 1 2 3 4 5 6 7 8 9 10 10 10 ഇവിടെ ആകെ കളർ ചെയ്തത് 5 എണ്ണമാണ്. സോ 10 എണ്ണത്തിൽ 5 എണ്ണം എന്ന് പറഞ്ഞാൽ നമുക്ക് 5/10 എന്നുള്ള രീതിയിൽ ഭിന്നസംഖ്യയായിട്ട് എഴുതാം അല്ലെ. സോ അടുത്തത് നോക്കാം. അടുത്തത് നമുക്ക് എത്ര കള്ളികളായിട്ട് മുറിച്ചിട്ടുണ്ട് നോക്കിക്കേ. ഇവിടെ കുറെ അധികം കള്ളികളായിട്ട് മുറിച്ചിട്ടുണ്ട്. 1 2 3 4 5 6 7. അപ്പൊ 14 ഈക്വൽ പീസസ് ആക്കിയിട്ട് മുറിച്ചു. അതിൽ 1 2 3 4 5 5 എണ്ണം കളർ ചെയ്തു. അപ്പൊ 14 എണ്ണത്തിൽ 5 എണ്ണം എന്ന് പറഞ്ഞാൽ 5/14 എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റി. ദെൻ അടുത്ത ബി ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ഇൻ വിച്ച് ഓഫ് ദ എബോ പിക്ചർ ഈസ് ദ ഹാഫ് പാർട്ട് ഓഫ് റെക്ടാംഗിൾ ഈസ് ഷെയ്ഡഡ്? ഇതില് പകുതി ഭാഗം ഷെയ്ഡ് ചെയ്തത് ഏത് പിക്ചർ ആണെന്ന് ചോദിച്ചു. അപ്പൊ നിങ്ങളൊന്ന് നോക്കിക്കേ. ഈ 5/10 ഞാനൊന്ന് നേരെ ചെറുതാക്കാൻ വേണ്ടി പോവാണ്. 5/10 എങ്ങനെയാ നമ്മൾ ചെറുതാക്കുക? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം നമ്പർ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ 5 ഞാൻ 5 എത്ര തവണ പോകുമെന്ന് നോക്കി. 5 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ എനിക്ക് 1 എന്ന് കിട്ടി. 10നെയും അതേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. 5 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്താൽ എനിക്ക് 2 എന്ന് കിട്ടും. സോ 1/2 അല്ലെങ്കിൽ ഹാഫ് എന്ന് എനിക്ക് കിട്ടി. ഹാഫ് പകുതി എന്ന് കിട്ടി. സോ ഏത് പിക്ചർ ആയിരിക്കും പകുതി ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക? ഒന്നാമത്തെ പിക്ചർ ആയിരിക്കും. ദെൻ അതിന് ബി ക്വസ്റ്റ്യൻ നോക്കുക. ഡ്രോ എ റെക്ടാംഗിൾ ഷെയ്ഡ് 3/7. അല്ലേ, നമുക്ക് 3/7 എന്ത് ചെയ്യണം? 3/7 പാർട്ട് ഷെയ്ഡ് ചെയ്യണം. എപ്പോഴും നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സോ ആദ്യം തന്നെ എന്റെ മക്കൾ എന്ത് ചെയ്യുക? ഒരു ചതുരം വരയ്ക്കുക. അതിനെ 7 സെക്ഷൻ ആയിട്ട് മുറിച്ചിട്ട് 3 എണ്ണം ഷെയ്ഡ് ചെയ്താൽ നമ്മുടെ ആൻസർ ആയി. സോ അതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.